സമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യുക തൻ തിരു സ്നേഹമധുരിമ സന്തതവും എന്തു ഖേദം വരികിലും പതരാ യേശുവിൽ നിന്നാശ്രയം കരുതി അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം അടലായി അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 54 സങ്കീർത്തനം 2 വാക്യം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് മനുഷ്യരുടെ സഹായത്തിനല്ല, ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന 3 ചിന്തകൾ. 1, പ്രതിസന്ധികൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും അനീതികളും കടന്നു വരുമ്പോൾ പലരും നിരാശപ്പെടുകയോ മനുഷ്യരിൽ മാത്രം ആശ്രയിക്കുകയോ ചെയ്യുന്നു. എന്നാൽ ദാവീദ് ദൈവസന്നിധിയിലേക്കാണ് എത്തിയത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നാണ് 2ാമത്തെ ചിന്ത. ദൈവം ദൂരെയുള്ള ഒരു ശക്തിയല്ല, തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുന്ന സ്നേഹ പിതാവാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ ചെവി അടച്ചു കളയുന്നില്ല. അവൻ നിലവിളി കേട്ട് തക്ക സമയത്ത് പ്രവർത്തിക്കും. 3, ദൈവം വാക്കുകൾ മാത്രം കേൾക്കുന്നവനല്ല, ആ വാക്കുകളുടെ പിന്നിലുള്ള ഹൃദയം കാണുന്നവനാണ്. ആത്മാർത്ഥതയും വിനയവുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹൃദയം തകർന്ന ഒരാളുടെ നിശബ്ദ കണ്ണുനീര് പോലും ദൈവത്തിന് ഒരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു മതപരമായ ചടങ്ങല്ല, ജീവനുള്ള ദൈവവുമായി വ്യക്തിപരമായ സംഭാഷണമാണ്. വിശ്വാസത്തോടെയും ക്ഷമയോടുകൂടിയും ദൈവത്തെ ആശ്രയിക്കണം. അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുക്കണം. കാരണം പ്രാർത്ഥന സാഹചര്യങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെയും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാറ്റുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ തളരാതെ നിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.